പേരൂർക്കടയിലെ വ്യാജ മോഷണ കേസ് മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. ബിന്ദു എന്ന യുവതിയെ പച്ചവെള്ളം പോലും കൊടുക്കാതെ ഒരു ദിവസം പൂർണ്ണമായും പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പീഡിപ്പിച്ച ആ ഒരു കേസ് അത്ര പെട്ടെന്ന് മലയാളികൾ മറക്കില്ല. പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള സാധാരണക്കാർ മറക്കില്ല. ഇപ്പോൾ പോലീസിന് നേരെ ഓരോ ദിവസം കഴിയും തോറും ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ഒക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ കൊലമൈത്രി പോലീസ് സ്റ്റേഷൻ ആയോ എന്നൊരു ചോദ്യം ഇപ്പോൾ മലയാളികളുടെ ഇടയിലുണ്ട്. ഏത് നിമിഷവും ഏത് അവസരത്തിലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോൾ പേടിച്ചു വിറച്ച് ഭയപ്പാടോടെ ഓരോ മനുഷ്യനും ചെന്ന് കയറേണ്ടുന്ന അവസ്ഥയുണ്ടാവുന്നത്. അത് എല്ലാ പോലീസുകാരെയും നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ചില ആൾക്കാർ പോലീസിലും ഉണ്ടല്ലോ ക്രിമിനലുകൾ. ഏതായാലും ബിന്ദുവിന്റെ ഈ ഒരു മോഷണ കേസ് ഇപ്പോൾ അടിപതറിയിരിക്കുകയാണ് പേരൂർക്കട പോലീസുകാർ. കാരണം നമുക്കറിയാം, ഒരുപക്ഷെ അത് തേഞ്ഞു മാഞ്ഞു പോകേണ്ടുന്ന ഒരു കേസായിരുന്നു. അത് ഒരുപക്ഷെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് കൊണ്ടായിരിക്കാം ഇത്രയേറെ അതിനൊരു ജനപിന്തുണ കിട്ടിയതും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പരാതിയുമായി ചെന്ന ബിന്ദുവിനെ നേരിട്ട അനുഭവം ബിന്ദു തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് തേഞ്ഞു മാഞ്ഞു പോകേണ്ടുന്ന ഒരു കേസ് ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ ചർച്ചയായതിന് കൊണ്ടായിരിക്കാം അത് ക്രൈംബ്രാഞ്ചിനൊക്കെ വിട്ടത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് അട്ടപ്പടലം തേഞ്ഞു. പേരൂർക്കട പോലീസ് അട്ടപ്പടലം തേഞ്ഞു എന്ന് തന്നെ പറയാം. പോയി ശൗചാലയത്തിൽ പോയി നിന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ ഏമാന്മാര് ഒരു ദിവസം മുഴുവനും ഒരു സ്ത്രീയെ ആ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് കാണിച്ചത് നമുക്ക് അങ്ങനെ മറക്കാനും പൊറുക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല, പോലീസുകാരിലും മനുഷ്യരുണ്ട്. പക്ഷെ മനുഷ്യത്വം പോലും ഇല്ലാത്ത ചില പോലീസുകാർ ഒരു പാവപ്പെട്ട സാധു സ്ത്രീയോട് കാണിച്ച ക്രൂരതയാണിത്. പോലീസ് തന്നെയാണെന്ന് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും കേസ് മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ കുടുംബത്തിന് വലിയ പരിഗണനയൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷെ പിന്നീട് പുറം ലോകം അറിഞ്ഞപ്പോഴേക്ക് പൂവും പട്ടുമൊക്കെ ആയിട്ട് നെഞ്ചിലേറ്റാൻ എല്ലാവരും ഒത്തൊരുമിച്ച് എത്തുകയായിരുന്നു. ഏതായാലും ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്നും വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ കുടുക്കാൻ പോലീസ് കള്ളക്കഥ മെനഞ്ഞതാണെന്നുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. മറവി പ്രശ്നമുള്ള വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ മോഷണം പോയതായി ആരോപിക്കപ്പെട്ട മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നത്രേ. അതായത് വീട്ടുടമസ്ഥയ്ക്ക് മറവി രോഗം ഉണ്ടായിരുന്നത്രേ. അതുകൊണ്ട് അത് മറന്നുപോയത്രേ എവിടെ വെച്ചെന്നുള്ളത്. ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും മാല വീടിനു പിന്നിലെ ചവറുകൂനയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു പോലീസിന്റെ അന്നത്തെ വാദം. അതിപ്പോൾ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പോലീസ് നിർമ്മിച്ച കുതന്ത്രം പൊളിച്ചടുക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ആടിനെ പട്ടിയാക്കുന്ന പോലീസിന്റെ സ്ഥിരം പണി ഇവിടെ എന്തായാലും വിലപ്പോയില്ല. കഥാഗതി ഇങ്ങനെയായിരുന്നു. സാധാരണ കിടക്കയ്ക്ക് അടിയിലാണ് ഓമന മാല സൂക്ഷിക്കാറുള്ളത്. എന്നാൽ സംഭവ ദിവസം സോഫയുടെ അടിയിലാണ് ഓമന മാല വെച്ചത്. തുടർന്ന് മാല കാണാനില്ലെന്ന് കാട്ടി പോലീസ് പരാതി നൽകുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ അന്വേഷണത്തിൽ സോഫയ്ക്ക് അടിയിൽ നിന്ന് മാല കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്ത് ന്യായീകരിക്കാൻ ചവറുകൂനയിൽ നിന്ന് മാല കണ്ടെത്തിയതായിട്ടാണ് പോലീസ് കള്ളക്കഥ മെനഞ്ഞത്. ഏതായാലും പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്കിലും എന്ത് നടപടി എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നുണ്ട്. എന്ത് നടപടി അല്ലേ? കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് വീട്ടിൽ നിന്ന് മാല മോഷണം പോയതായി കാട്ടി അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വീട്ടുജോലിക്ക് നിൽക്കുകയായിരുന്ന ബിന്ദുവിനെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഒരു രാത്രി മുഴുവനും അവരെ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്തു. പിറ്റേ ദിവസം 12 വരെ വീട്ടുകാരെ പോലും അറിയിക്കാൻ അനുവദിക്കാതെ അവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയാണ്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തിയത്. എന്തായാലും അന്വേഷണത്തിൽ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചു വന്നു. ഓമനയുടെ വീട്ടിനകത്ത് തന്നെ മാലയുണ്ടായിരുന്നുവെന്നും പക്ഷെ മാല ചവറ്റുകൂനയിലായിരുന്നു എന്നൊക്കെ പോലീസ് കണ്ടെത്തിയത് ഒരുപക്ഷെ പോലീസിന്റെ മുഖം ഒന്ന് രക്ഷപ്പെടുത്താനാണ്. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇന്ന് പോലീസിൽ തുടങ്ങിയതല്ല.
ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ജനമൈത്രി പോലീസിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഒരു പടുകൂമ്പാരം തന്നെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ബിന്ദുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന ബിന്ദുവിനെ നേരിട്ട ഒരു അനുഭവവും നമ്മൾ കണ്ടതാണ്. അതൊക്കെ എത്ര പുകം മറച്ച് എത്ര മാറ്റി വെച്ചാലും അത് പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അവിടെയൊന്നും നീതി കിട്ടാതെ വന്നപ്പോഴാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ആ മാധ്യമങ്ങൾ വഴിയാണ് ഇത്രത്തോളം ഒരു കോലാഹലം അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങളിലെത്തി എന്ന് പറഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് നിന്നു. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ദളിതർക്ക് വേണ്ടിയിട്ടും താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മുടെ ഭരണപക്ഷങ്ങൾ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോഴും അവർക്കൊക്കെ എന്ത് നീതിയാണ് കിട്ടുന്നതെന്ന് കൂടി ചിന്തിക്കുക. ബിന്ദുവിന് വേണ്ടിയിട്ട് ഒരു വാക്കുകൊണ്ട് പറയാൻ പോലും ഈ പറയുന്ന ആൾക്കാരെ, ആക്ടിവിസ്റ്റുകളെ ഒന്നും നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരും നായികമാരും ഒക്കെ കേരളത്തിൽ, ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ ഉള്ളപ്പോൾ ബിന്ദുവിന് വേണ്ടി എത്ര പേർ കൊടി പിടിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ബിന്ദുവിനെ പോലെ ഒരു ബിന്ദു അല്ല, നിരവധി ബിന്ദുമാർ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള ജനങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അവർക്ക് നേരിടുന്ന മർദ്ദനങ്ങൾ ഇന്നുമുണ്ട്. ഇതൊന്നും ആരും അറിയാണ്ട് പോകുന്നു. കാരണം അവർക്കൊന്നും ഇത് പുറത്തേക്ക് പറയുവാനോ അല്ലെ അതിനു വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് നിയമയുദ്ധം ചെയ്യുവാനോ ഒന്നും അവർക്ക് ത്രാണിയില്ല. ഇന്നും അത്തരത്തിലുള്ളവർ കിട്ടിയതും കൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ആക്രമണം അല്ലെങ്കിൽ പോലീസിന്റെ മർദ്ദനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോഴാണ് പലരും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ തന്നെ ഭയക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. പോലീസിനും ക്രിമിനൽസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇതിന്റെയൊക്കെ അന്വേഷണങ്ങളും അല്ലെങ്കിൽ പോലീസിലെ ക്രിമിനൽസിനെ കണ്ടുപിടുത്താനുള്ള പ്രത്യേക സിസ്റ്റവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നാമമാത്രമായിട്ട് പോകുന്നു. ഇതിനു വേണ്ടുന്ന യോഗങ്ങൾ ചേരുകയോ ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ കൂടി ആലോചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു അഴിച്ചുപണി എപ്പോഴും ആഭ്യന്തര വകുപ്പിൽ അത്യാവശ്യമാണ് എന്ന് പലപ്പോഴും പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഒരു പക്ഷേ ദുർബലനായി പോവുകയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പോലീസിനെ അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ പോലീസിനെ എന്തും ചെയ്യാനുള്ള ഒരു മനോധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇഷ്ടം പോലെ വിഹരിക്കാം എന്നുള്ള തരത്തിലെത്തിയോ പോലീസുകാർ? പഴയ പോലെ പണ്ടൊക്കെ പോലീസിനെ കാണുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾക്കടക്കം പേടിയായിരുന്നു. പക്ഷെ ഒരു കാലത്ത് അതിൽ നിന്നൊക്കെ മാറി ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി ജനങ്ങളിലേക്ക് പോലീസുകാരും ഇറങ്ങിച്ചെല്ലുകയും ഒരു പക്ഷെ കുറച്ചുകൂടി അവരും അവരുടെ യഥാർത്ഥ മനുഷ്യത്വം കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്നും വേറിട്ട് ചിന്തിച്ചിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് വീണ്ടും ആ ഒരു പഴയ പോലീസ് തന്നെയാണെന്ന് പലയിടത്തും കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം നിരവധി കേസുകളിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടുന്നിടത്ത് ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് മാത്രം ഇറങ്ങിച്ചെന്നുകൊണ്ട് കേസന്വേഷണമൊക്കെ നടത്തുകയും അതൊരു പക്ഷേ നിയമയുദ്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് ഈ പറയുന്ന കേസിൻ്റെയൊക്കെ ബലം കുറയുന്നതൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. പോലീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായിരിക്കണം. അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ക്രമസമാധാനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പക്ഷേ ഏറ്റവും അടുത്ത ഒരു നിയമം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് നമ്മൾ സമീപിക്കുന്ന ഏക ഒരു സംഗതി പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്ലേ. അതിനപ്പുറത്തേക്ക് പിന്നീടാണ് അടുത്ത നിയമ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ പോലീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചില മാതൃകാ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പോലീസിനകത്തുള്ള ക്രിമിനലുകളെ കണ്ടെത്തേണ്ടുന്ന അത്യാവശ്യമാണ്. ആ ക്രിമിനലുകളെ കൈയോടെ പൊക്കി അവരുടെ ജോലിയിൽ നിന്നും അവരെ തുടച്ചു നീക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഒരു ചെറിയ സസ്പെൻഷൻ കൊണ്ടല്ല, അവരുടെ സാലറി കട്ട് ചെയ്തതുകൊണ്ട്, അവരുടെ ശമ്പളം കട്ട് ചെയ്തതുകൊണ്ട് മാത്രം അതൊരു താക്കീതായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ട് എത്രയോ പേര് ഒരു ജോലിക്കായിട്ട് യുവതലമുറ കാത്തു നിൽക്കുന്നുണ്ട്. എത്രയോ പേര് ഇതൊരു പാഷനായിട്ട് എടുക്കുന്നവരുണ്ട്. പോലീസ് ആകണം എന്നുള്ളൊരു ഒരു വാഞ്ചയോടുകൂടി അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ യുവതലമുറയുണ്ട്. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക. അല്ലാതെ ഈ പറയുന്നത് പോലെ മനുഷ്യത്വം രഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസിനെ
പോലീസിനെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമുണ്ടോ? ക്രിമിനൽ പോലീസുകാരെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ. ആഭ്യന്തര വകുപ്പ് ഏതായാലും അടപടലം തെറ്റിക്കിടക്കുകയാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയുടെ ദുർബലതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏതായാലും ബിന്ദുവിന്റെ കേസ് ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് ഒരു അവലോകനം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നെല്ലും പതിരും വേർതിരിച്ചിട്ടുണ്ട്. മാല എങ്ങും പോയിട്ടില്ല, കള്ളൻ കപ്പലിൽ തന്നെയാണ്. അതായത് മാല മറവി രോഗം ബാധിച്ച വീട്ടുടമ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് പാവം ഒരു സാധു സ്ത്രീയെ ഒരു ദിവസം മുഴുവനും വെള്ളം കുടിപ്പിച്ച് പീഡിപ്പിച്ച് അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ ഇതാക്കി ഒത്തിരി വെള്ളം പോലും കൊടുക്കാതെ ശൗചാലയത്തിൽ പോയി വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ആ മനുഷ്യത്വത്തിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കരുതലോടെ നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം.